നമസ്കാരം. ഇനി ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള മയോണൈസിൻ്റെ റെസിപ്പി ആയിട്ടാണ്. പക്ഷേ ഈ മയോണൈസിൽ നമ്മൾ മുട്ട അതുപോലെ തന്നെ എണ്ണ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഒത്തിരി എണ്ണ ചേർത്തിട്ടാണ് സാധാരണ നമ്മൾ മിക്സിയിൽ അടിച്ച് മയോണൈസ് റെഡിയാക്കി എടുക്കുന്നത്. ഇത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, 1 മിനിറ്റിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. നല്ല സിമ്പിളാണ്, നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ടേസ്റ്റ് ശരിക്കും നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന മയോണൈസിൻ്റെ സെയിം ഫ്ലേവറിൽ തന്നെയാണ് കിട്ടുക. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അപ്പോൾ മയോണൈസ് തയ്യാറാക്കി എടുക്കുന്നതിനായിട്ട് ഞാനിവിടെ ഒരു 20-25 കശുവണ്ടി പരിപ്പ് ജസ്റ്റ് വെള്ളത്തിലൊന്ന് ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഒത്തിരി സമയം നമ്മൾ കുതിർത്തി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്നതിന് വളരെ കുറച്ച് മുന്നേ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം വെള്ളമൊക്കെ വാർന്ന് കളഞ്ഞിട്ട് നമ്മുടെ മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ടേക്ക് ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലോട്ടേക്ക് ഒരു 2 അല്ലി വെളുത്തുള്ളിയാണ് ചേർക്കുന്നത്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഒത്തിരി ഇഷ്ടമായിട്ടുള്ളവർക്ക് 3-4 ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഒരു 1/4 ടീസ്പൂണിനടുത്ത് കുരുമുളക് പൊടി ചേർക്കാം. അതുപോലെ തന്നെ ഒരു 2 പിഞ്ച് പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ആവശ്യമായിട്ടുള്ളത് കടുക് പൊടിച്ചിട്ടുള്ളതാണ്. അപ്പോൾ കടുക് ഞാൻ മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ഒതുക്കി എടുത്തിട്ടുള്ളതാണ്. പൗഡറായിട്ട് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അത് 2 പിഞ്ച് ചേർത്ത് കൊടുത്താൽ മതി, നല്ലൊരു ഫ്ലേവർ ഉണ്ടാകും. അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്തോട്ടേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ജ്യൂസ് എടുത്തിട്ടുള്ളതാണ്, അപ്പോൾ അതുകൂടി ചേർക്കാം. പിന്നെ വിനാഗിരിയാണ് ആവശ്യമായിട്ടുള്ളത്, അത് 1 ടീസ്പൂൺ ചേർക്കാം. ആപ്പിൾ സിഡർ വിനെഗർ ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഇത് നമുക്കൊന്ന് ഒതുക്കിയെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് കൂടുതൽ ഫ്ലേവറിന് വേണ്ടിയിട്ട്, അതായത് നിങ്ങൾക്ക് വേണമെങ്കിൽ ചില്ലി ഫ്ലേക്സ് അതുപോലെ തന്നെ പട്ട പൊടിച്ചത് അങ്ങനെയുള്ളതൊക്കെ വേണമെങ്കിൽ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അല്ലാതെ തന്നെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്കിതൊന്ന് വെള്ളമൊന്നും ചേർക്കാതെ ഒന്നങ്ങ് ഒരു 30-60 സെക്കൻഡിനടുത്ത് ഒന്ന് അടിച്ചെടുക്കാം. ഒന്ന് ഒതുക്കി എടുത്താൽ മതി. കണ്ടില്ലേ, ഈ ഒരു പാകത്തിനൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ആവശ്യാനുസരണം ഇതിൻ്റെ കൺസിസ്റ്റൻസി ഒന്ന് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ല തിക്കായിട്ടാണ് വേണ്ടതെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളം ധാരാളമാണ്. ഇനി അത്യാവശ്യം ലൂസായിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒരു 1/4 കപ്പ് വരെ വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല പേസ്റ്റ് പോലെ ഇതുപോലെ വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ജസ്റ്റ് 1 മിനിറ്റ് അടിക്കുമ്പോഴത്തേക്കിന് ഈ ഒരു നല്ല ക്രീമി ആയിട്ട് കിട്ടും. കശുവണ്ടി പരിപ്പിൽ നിന്നുള്ള എണ്ണയൊക്കെ വന്നിട്ട് ശരിക്കും നമ്മുടെ സാധാരണ മയോണൈസിൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണിത്. നമ്മൾ വാങ്ങിക്കുന്ന മയോണൈസിൻ്റെ സെയിം ടേസ്റ്റ് തന്നെയാണ്. മുട്ടയുടെ എണ്ണയുടെ ഒക്കെ ഒന്നും ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ കുറച്ച് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ശരിക്കും നല്ലത്. എന്നിട്ട് കുറച്ച് ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഗ്ലാസ് കണ്ടെയ്നറിനകത്ത് തന്നെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് നോക്കാം ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ. പക്ഷേ ഒത്തിരി നാളങ്ങ് ഉപയോഗിക്കാൻ നിൽക്കരുത്. നമുക്ക് ആവശ്യാനുസരണം ഇതുപോലെ കുറച്ച് ഉപയോഗിക്കുന്നതാണ് എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കട്ടെ. നമ്മൾ സാധാരണ ഒത്തിരി എണ്ണയൊക്കെ ആഡ് ചെയ്തിട്ടാണ് മയോണൈസ് റെഡിയാക്കി എടുക്കുന്നത്. അത് കഴിക്കുമ്പോഴാണെങ്കിൽ നമുക്ക് ശരിക്കും ഹെൽത്ത് റിലേറ്റഡ് എന്തെങ്കിലും പ്രോബ്ലംസ് വരുമോ എന്നൊക്കെ ഡൗട്ടാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂ. നെക്സ്റ്റ് വീഡിയോയിൽ ഇനി നമുക്ക് നല്ലൊരു വെറൈറ്റി ഡിഷായി കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ബൈ.